Okay, Sajila, good morning. Okay, Arya, good morning. Anjali, good morning. Kirtana, good morning. Farsana, good morning. Safira, good morning. Jessica. Vijay Sunil. Okay, Safira. Oh, I am very fine. And you, Safira? Okay. Start with the let us start. Okay. Okay, Arya. Let us start. Okay, Soumya. Yes. Well, we discuss it. Present perfect എന്ന് പറയും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞു സൂചിപ്പിച്ചത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ വിൽ ബി 3. സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാം അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാം. അപ്പൊ ചില പ്രത്യേക സന്ദർഭങ്ങൾ നമുക്ക് ഒരു നിമിഷം തോന്നും ചില കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ പോരെ, എന്തിനാണ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുന്നത് എന്നൊരു പക്ഷെ ചില സംശയങ്ങൾ നമുക്ക് തോന്നാം. അങ്ങനെ സംശയം തോന്നുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊരു ക്ലൂ പറഞ്ഞത്. വേണു എന്ന് പറയുന്ന ഒരാള് 2000 ഒരാള് സ്നേഹിച്ചതും 2023 വേറൊരാൾ വിവാഹം കഴിച്ചതും 2025 ആ കാര്യം പറഞ്ഞപ്പോഴെങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴും ഉപയോഗിക്കുന്നത് രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന സംഭവത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് പറയാം ബിഫോർ ഐ മാരീഡ് Sita, I had loved Remedy. Before I reached the school, the bell had rung. ഞാൻ സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പ് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. ബിഫോർ യു കെയിം ഹിയർ, നീ ഇവിടെ വരുന്നതിന് മുമ്പ് ഐ ഹാഡ് സീൻ യു, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ യു. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് എടുത്തിട്ട് അതില് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റും പറയുന്നു. അതിപ്പോ ബിഫോർ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല. When I went to the railway station, the train had left. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു.
അതൊരു വേറെ രീതിയിലും പറയും. ബൈ ദ ടൈം ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് കിഴമ്പോട്ടുണ്ടായിരുന്നു. അങ്ങനെയും പറയാം. യെസ്, അപ്പൊ നമുക്ക് പറയാനായിട്ട് സാധിക്കും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് എപ്പോഴും ഉപയോഗിക്കുന്നത് രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതിലാദ്യം നടന്ന സംഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സഫീറ 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 യെസ്, സഫീറ കിട്ടിയില്ല. യെസ്, അപ്പൊ നമുക്ക് പറയാം സൗമ്യ സൗമ്യ സൗമ്യ. ഓക്കെ ഓക്കെ ഓക്കെ. ഹൗ ആർ യു സൗമ്യ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ ഏകദേശം ഒരു 10:36 10:36 വരെയുള്ള സമയത്തിനുള്ളിൽ സൗമ്യ ചെയ്ത പല കാര്യങ്ങൾ ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങൾ. ആദ്യം നടന്ന സംഭവം കാഡ് വെച്ചും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റും പറയാം. എക്സാമ്പിൾ പറയാം. ഐ കുക്ക് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാഡ് ക്ലീൻ ദി ഡിഷസ്, ഞാൻ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പാത്രം കഴുകിയിട്ടുള്ള ആദ്യം നടന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് നോക്കി ഇന്ന് രാവിലെ മുതൽ നോക്കിയാൽ മതി. അതിന്റെ അകത്ത് രണ്ട് സംഭവം എടുക്കാം. ആദ്യം നടന്ന എല്ലാവരും കേട്ടോ, ആദ്യം നടന്ന സംഭവം നിൽക്കട്ടെ, രണ്ടാമത്തെ സംഭവം നിൽക്കട്ടെ. അതിന് ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ആഡ് ചെയ്ത് രണ്ടാമത്തെ സംഭവത്തിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ഇന്ന് നടന്ന സംഭവത്താണ്. ഇന്ന് നടന്നതല്ലേ? എന്താണെന്ന് ചോദിക്കുക. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എഴുതാൻ പറയാലോ? ഓക്കെ. When I wake up, അല്ല before I woke up, I had dreamt. I had seen a dream. I had seen a dream. Before I woke up, I had seen a dream. Okay. Very good. Before I wake up. Before I wake up, my baby had cried. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബിഫോർ ഐ വോക്ക് അപ്പ്, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. When I reached the kitchen, my husband had called me. When I reached the kitchen, the husband had called me. നമുക്കതേ ഒന്നുകൂടി എഡിറ്റ് ചെയ്യണം. ഞാൻ കിച്ചണിൽ എത്തിയപ്പോൾ ഹസ്ബൻഡ് കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മാറ്റി. Actually, husband is not here, sir. Yes. Okay. ശരി അതൊന്നും കുഴപ്പമില്ല, ഇത് പറഞ്ഞോ. Okay. When I reached the kitchen, my husband had already cooked. അപ്പോ ആരംഭിക്കുക എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു. My husband had started cooking. അല്ലെങ്കിൽ my husband had cooked, ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ശരി കുഴപ്പമില്ല. റെഡിയാണ്. ഓക്കെ. കീർത്തന വിനോദ്. ആക്ച്വലി സാർ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ബേബീനെ ഉറക്കാണ്, തൊട്ടിയിലാണ്, ഒരു കൈ കൊണ്ട് ആക്കുകയാണ്. സോ അതുകൊണ്ടാ ലാസ്റ്റ് പറയാം. ഓക്കെ. കീർത്തന. ഓക്കെ സാർ. ഇതുപോലെ ആലോചിച്ചു. ഇന്ന് നടന്ന രണ്ട് സംഭവം എടുത്തിട്ട് ആദ്യം നടന്നത് കീർത്തന ചെയ്ത രണ്ട് ഇൻസിഡന്റ് എടുത്ത് രാവിലെ മുതൽ ഈ 10:40 സമയത്ത് ചെയ്ത രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് ആദ്യം നടന്ന സംഭവം ഹാഡ് വെച്ച് രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ് ടെൻസ് V2 എന്ന് പറയുന്ന
ഫോമിൽ പറയും. When I reached the bathroom to bath my child and she had bath. She had a bath. അല്ലേ? ഞാൻ കുട്ടിയെ കുളിപ്പിക്കാൻ എത്തിയപ്പോഴേക്കും അവള് കുളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. യെസ്. ഇനി സിനിയ ബി, സിനിയ ബി. പറയൂ, കേട്ടില്ല. എഴുന്നേൽപ്പിക്കുക, മകനെ എഴുന്നേൽപ്പിക്കാൻ എത്തുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതിന് എന്താ പറയാ? എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽപ്പിക്കുക. When I wake up my son, when I had wake up, എന്താണ് ഉദ്ദേശിച്ചത്? മകനെ എഴുന്നേൽപ്പിക്കാൻ എത്തുന്നതിന് മുമ്പേ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അങ്ങനെ അപ്പൊ ഞാൻ മകന്റെ അടുത്ത് വരുന്നതിന് മുന്നേ എന്ന രീതി നമുക്ക് പറയും, ബിഫോർ ഐ റീച്ച്ഡ് my son, he had waken up. Before I reached my son, he had waken up. Okay, ini വേറെ നമ്പർ അതോടൊക്കെ വേറെ നമ്പർ. ഓക്കെ 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 ഓക്കെ, ശരിയാണ് സൗമ്യ. യെസ് യെസ്. സിനി വേറെ നമ്പർ. ഹലോ, വേറെ ഏതെങ്കിലും ഒരെണ്ണം? ബിഫോർ ഐ സംഭവിച്ചതാവണമെന്നില്ല, കഴിഞ്ഞിട്ടോ. ബിഫോർ ഐ ഹാഡ് കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, മൈ മദർ-ഇൻ-ലോ ഓൾറെഡി കുക്ക്ഡ്. അപ്പൊ അതിനകത്ത് അങ്ങോട്ട് മാറിപ്പോയി. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് മദറിലോ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചെയ്തത് മദറിലോ അല്ലേ? അപ്പൊ ദ മദറിലോ ഹാഡ് കുക്ക്ഡ് ബിഫോർ ഐ കുക്ക്ഡ്. ഓക്കെ 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 ഓക്കെ. അതായത് നമുക്ക് വേറെ ഒരു രീതിയിൽ പറയാം, ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് മദറിലോ വെജിറ്റബിൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അത് പറഞ്ഞ ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ഐ കുക്ക്ഡ് ഫുഡ് മദറിലോ ഹാഡ് കട്ട് ദ വെജിറ്റബിൾസ്. ഹാഡ് കട്ട് ദ വെജിറ്റബിൾസ്. ഓക്കെ ഓക്കെ, അങ്ങനെ ആലോചിക്കാം. രണ്ട് ഇൻസിഡന്റ് നോക്കിയിട്ട് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് പറയാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ജിസ്മി. ജിസ്മി യെസ്, ജിസ്മിനെ കിട്ടിയില്ല. റബില. റിബില യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സാൻജോ വിൽസൺ. ഓക്കെ, സാൻജോ വിൽസൺ. ഇന്ന് സാൻജോ വിൽസൺ ഈ 10:44 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത രണ്ട് കാര്യങ്ങൾ. ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് വെച്ചു. രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റും പറയാം. Before I go to PSC exam, the exam had already begun. Okay, correct ആണ്, correct ആണ്. Before I okay okay okay. Before I went into the PSC examination, before I reached the examination center, the examination had already started. Okay 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 okay. ശരിയാണ് ശരിയാണ്. Okay okay okay. Yes. Okay, Sarila VS. Sir. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഇങ്ങോട്ട് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പറയാട്ടെ, അത് കുഴപ്പമില്ല. സരില പറഞ്ഞോളൂ. അപ്പൊ സൗമ്യ പറയുന്നു ബിഫോർ ഐ ഏറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് മൈ ബേബി ഹാഡ് സ്ലെപ്റ്റ്. കറക്റ്റ് ആണ് സൗമ്യ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. പറഞ്ഞോളൂ സരില. Before I cooked the breakfast, my husband had bought the gas. BOUGH ബോട്ടല്ലേ? BOUGH. Before I cooked the breakfast, my husband had brought gas cylinder. എന്റെ ഭർത്താവ് സിലിണ്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ആദ്യം നടന്നത്. അപ്പൊ ഹാഡ് വെച്ച് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്. നസ്രിയ സിനി പറയുന്നു മൈ സൺ ഹാഡ് വേക്കൺ ബിഫോർ ഐ വേക്ഡ് ഹിം. ഓക്കെ 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 ഓക്കെ. യെസ് നസ്രിയ ഫർസാന. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇന്ന് നടന്ന ഒരു സംഭവം പറയൂ ഫർസാന. ആദ്യം നടന്ന ഇംഗ്ലീഷ് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സിമ്പിൾ പാസ്റ്റിലും. My daughter had already get into scooter before I reached. അപ്പൊ അതിനകത്ത് ഹാഡ് ചേർക്കുന്നില്ലല്ലോ. My daughter had. ഓക്കെ ഓക്കെ. ഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. മൈ ഡോട്ടർ ഹാഡ് ഓൾറെഡി ഗോട്ടൻ ബിഫോർ ഐ സ്റ്റാർട്ടഡ് ദ സ്കൂട്ടർ. ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തതിനു മുമ്പേ അവള് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി അടുത്ത പറഞ്ഞു ഫർസാന പറഞ്ഞു, ഫർസാന പറഞ്ഞു. Teacher had arrived before we reached the play school. The teacher had arrived before I reached the play school. ഞാൻ പ്ലേ സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പേ ടീച്ചർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞതിൽ ആദ്യം നടന്ന സംഭവം അത് ഹാഡ് വെച്ച് പറയും. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ആര്യ വേണുഗോപാൽ പറഞ്ഞോളൂ. ഇന്ന് നടന്ന ആര്യയുടെ ജീവിതത്തില് 10:47 സമയത്തിനുള്ളിൽ നടന്ന 2 സംഭവങ്ങൾ എടുക്കുക. ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലും പറയും. When I washed my clothes before I eaten breakfast. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ആദ്യം നടന്ന സംഭവം ഏതാണ്? വാഷ് ചെയ്തതാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? ആദ്യം നടന്നത് വാഷ് ചെയ്ത്. അപ്പൊ അവിടെ ഹാഡ് ചേർക്കാൻ വിട്ടുപോയി. ഹാഡ് കൂടി ചേർത്ത് പറഞ്ഞ് when I had washed clothes. I had washed my clothes. ഞാൻ എന്റെ വസ്ത്രം അലക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബിഫോർ മുമ്പ്. എന്തിനു മുമ്പ്? അത് പറയും. Eaten breakfast. Before I ate breakfast. Before I ate breakfast. ഇനി ബിഫോർ വെച്ച് നമുക്ക് പറയുകയും ചെയ്യാം. അങ്ങനെ പറയാം. Before I ate breakfast, I had washed my clothes. ഞാൻ എന്റെ വസ്ത്രം അലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാം. അല്ലെങ്കിൽ I had washed my clothes before I ate my breakfast. അങ്ങനെ പറയാം. 2 രീതിയിൽ പറഞ്ഞാലും അത് കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഷബാന യെസ്. ജസ്ന ജസി Yes, sir. പറഞ്ഞോളൂ. ജസ്നയുടെ ജീവിതത്തിൽ ഇന്നത്തെ നടന്ന സംഭവം പറയും. Before I reached the outside, my father had already left. Before I reached the Outside, my father had already left. അല്ലേ? കറക്റ്റ് ആണ്. ബിഫോർ ഐ റീച്ച്ഡ് ഔട്ട്സൈഡ്, ഞാൻ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് മൈ ഫാദർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. എന്റെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. സരില വിഎസ് പറഞ്ഞതാണ്. സരില പറഞ്ഞതാണ് സർ. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഷബാന. ഓക്കെ ഓക്കെ ഓക്കെ. കുക്കിംഗ് നടക്കട്ടെ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജിഷ്ന പ്രകാശ്. ജിഷ്ന പ്രകാശ്. യെസ്. ഫാത്തിമത്ത്.
യെസ്, എന്ത് പറ്റി? എല്ലാവരും വളരെ ശോകമാണല്ലോ. ദർശന സുരേഷ്, ദർശന സുരേഷ്, യെസ്. ജയശ്രീ, ജയശ്രീ, ഓക്കെ. ഇനി ആകെയുള്ള പ്രതീക്ഷയുള്ളത് ജിനി ജോണിയാണ്. ജിനി ജോണി, യെസ്. ആ പ്രതീക്ഷയും സ്ഥലത്തായി. യെസ്, ഞാൻ കോമൺ ആയിട്ട് വിടേണ്ട ആർക്കെങ്കിലും പറയാം. ബിഫോർ ഐ കോൾഡ് മൈ ഹസ്ബൻഡ് ഹി ഹാഡ് കോൾഡ് മീ. അങ്ങനെയല്ല, ബിഫോർ ഐ കോൾഡ്. കാരണം വിളിച്ചു കഴിഞ്ഞല്ലോ, രണ്ട് കഴിഞ്ഞ സംഭവം. അപ്പൊ ഒന്ന് പാസ്റ്റ് ടെൻസിലും ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും. ഓക്കെ. ബിഫോർ ഐ കോൾഡ് ഹസ്ബൻഡ് ഹി ഹാഡ് കോൾഡ് മീ. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. ഓക്കെ, സിമ്പിൾ ആണത് അല്ലേ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ 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 ഓക്കെ, വെരി സിമ്പിൾ. യെസ്. ഇനി ആർക്കെങ്കിലും പറഞ്ഞതായാലും കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള ആളായാലും വേണമെങ്കിൽ ഒന്നുകൂടി പറയാനായിട്ട് അവസരം തരികയാണ്. നിങ്ങൾക്ക് ഇന്ന് നടന്ന ഏതെങ്കിലും സംഭവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാവുന്നതാണ്. യെസ്. മൈ ബസ് ഹാഡ് ഗോൺ ബിഫോർ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ്. കറക്റ്റ് ആണ് സിനി, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ ജിനി, ഓക്കെ ജിനി, ഓക്കെ ജിനി. ജിനി വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഹാഡും വെർബിന്റെ പാസ്റ്റ് പഠിച്ചു. പിന്നെ സിമ്പിൾ പാസ്റ്റ്, അത് രണ്ടെണ്ണം. അതില് രണ്ട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് വെച്ച് പറയണം. രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റും പറയണം. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഈ 10:52 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ നടന്ന നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങൾ എടുത്തിട്ട് ആദ്യം നടന്ന സംഭവം ഹാഡ് വെച്ചും രണ്ടാമത് ഉള്ളത് സിമ്പിൾ പാസ്റ്റും പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. When I reached the school, ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ the teacher had come. When my husband got ready for the office, I had finished all my kitchen work. ശരിയാണ്, കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ടെൻസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ്. ബിഫോർ മൈ ക്ലാസ് ഐ ഹാഡ്. അപ്പൊ കേൾക്കുന്ന കുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കുക്ക്ഡ്. ബിഫോർ മൈ ക്ലാസ് ഐ ഹാഡ് കുക്ക്ഡ് ദ ഫുഡ്. യെസ്, എപ്പോഴും ഹാഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോ ഞാൻ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഐ ഹാഡ് ഗോൺ, ഷീ ഹാഡ് കം, ദേ ഹാഡ് മിസ്റ്റേക്കൻ, യു ഹാഡ് റിട്ടേൺ, യു ഹാഡ് സോൾവ്ഡ് ദ പ്രോബ്ലം, യു ഹാഡ് സീൻ, ഷീ ഹാഡ് സീൻ. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകം. ഓക്കെ 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 ഓക്കെ. ഐ ഹാഡ് ഡ്രീംഡ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. നമ്മൾ അടുത്ത് പറയുന്നത് നമ്മളിപ്പോ വാചകത്തിന്റെ ഒരു നെഗറ്റീവ് വാചകം എഴുതാന് വേണ്ടി ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഐ ഹാഡ് ഗോൺ, അതിനർത്ഥം എന്താണ്? ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് ഓക്കെ. ജസ്റ്റ് അതായത് ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർക്കാം. ഐ ഹാഡ് നോട്ട് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നെഗറ്റീവായ പാസ്റ്റ് പെർഫെക്റ്റിന്റെ വാചകങ്ങളെ എഴുതാൻ വേണ്ടിയിട്ട് ഹാഡ് കഴിഞ്ഞതിന് ശേഷം എന്തുകൂടി ചേർത്താൽ മതി? ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങളെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഹാഡ് നോട്ട് ഗോൺ,
You had not received us. നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. You had not written grammar. നിങ്ങൾ ഗ്രാമർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. She had not studied English poem. അവൾ ഇംഗ്ലീഷ് പോയം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നതാണ്. ഹാഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്നർത്ഥമുണ്ട്. ഉണ്ടായിരുന്നില്ല. ഓക്കെ. ജസ്റ്റ് പറയുന്നത് ഷീ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ്. അവൾ വളർന്നിട്ടുണ്ടായിരുന്നില്ല. യെസ്. ഇനി നിങ്ങൾ അങ്ങനെ നോട്ട് വെച്ചിട്ട് വാചകങ്ങളൊക്കെ പറഞ്ഞു നോക്കി. ഹാഡ് കഴിഞ്ഞ് നോട്ട് വരുന്ന വാചകങ്ങൾ ഇന്ന് തന്നെ ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പറയാം ഐ ഹാഡ് നോട്ട് വാഷ്ഡ് ടുഡേ. ഞാനിന്ന് അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാനിന്ന് എന്റെ മുറി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ക്ലീൻഡ് മൈ റൂം. ഐ ഹാഡ് നോട്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് എന്ന് ചെയ്യുന്നതും എന്നാൽ ഇന്ന് ചെയ്യാതിരുന്നതുമായ ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റ് ആയി. ഷീ ഹാഡ് നോട്ട് ഇൻട്രസ്റ്റ്. അതിനകത്ത് കീർത്തന ഷീ ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡി എന്ന് പറയാം. ഈ ഹാഡ് നോട്ട് കഴിയുമ്പോഴും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഹാഡ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ. ഐ ഹാഡ് നോട്ട് സ്ലെപ്റ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ 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 കറക്റ്റ് ആണ്. ഐ ഹാഡ് നോട്ട് സ്ലെപ്റ്റ് യെസ്റ്റർഡേ. യെസ്. നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണ്, ഇന്നത് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ഹാഡ് നോട്ട് വെച്ച് പറയാം. യെസ്. ഹി ഹാഡ് നോട്ട് സ്പോക്കൺ. അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് ആണ് ജസ്റ്റ്. കറക്റ്റ് ആണ്. ഹി ഹാഡ് നോട്ട് സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. കറക്റ്റ് ആണ്. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ടേക്കൻ ഓത്ത്. ഓക്കെ. ടേക്കൻ ബാത്ത്. ഓക്കെ സരില്ല. ഐ ഹാഡ് നോട്ട് ട്രാവൽഡ് യെസ്റ്റർഡേ. ശരിയാണ്. മൈ ബേബി ഹാഡ് നോട്ട് സ്റ്റഡീഡ് വെൽ. ഓക്കെ സൗമ്യ. They had not sold the books. Okay, yes, correct. Had not. Yes. Had not. അപ്പൊ ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങളിലേക്ക് തന്നെ മാറ്റാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു സാധനം കൂടി നമ്മൾ നോക്കിയാണ്. അതിനകത്ത് നമ്മൾ പറയുന്നത് അതിന്റെ ഇൻട്രോഗേറ്റീവ് മോഡൽ, അതായത് നമ്മൾ ചോദ്യം ചോദിക്കുക. ഇൻട്രോഗേഷൻ. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കാം. ഓക്കെ. യു ഹാഡ് ഗോൺ. നീ പോയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് നോട്ട് ഗോൺ. നീ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദ്യമാക്കുകയാണ്. നീ പോയിട്ടുണ്ടായിരുന്നോ? അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ? നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ? അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യനാണ്. അപ്പൊ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഓക്കെ സൗമ്യ, വെരി ഗുഡ്. ആ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എടുത്തിട്ട് ആദ്യം പറഞ്ഞ ചോദ്യമായി. ഹാഡ് യു സ്റ്റഡീഡ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു മിസ്റ്റേക്കൺ. നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു പാസ്ഡ് SSLC എക്സാമിനേഷൻ. നീ SSLC പരീക്ഷ പാസ്സായിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു റീച്ച്ഡ് ദയർ. നീ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം കേട്ടോ. നമ്മൾ ചോദ്യമായതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ചോദിച്ചതിന്റെ കൂടി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അത് കറക്റ്റ് ആണ്. യെസ്. ഇനി നിങ്ങൾ രണ്ടു തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറഞ്ഞു. Had you seen the movie? Correct, Jessica? Had you stolen anything? Okay, okay, very good. എന്തെങ്കിലും നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. Okay, 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 okay. Yes. കീർത്തന പറയുന്നു had you കീർത്തന വർക്ക് എന്നുള്ളതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വർക്ക്. സാജോ had you അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സാജോ had you gone. had കഴിഞ്ഞ കണ്ണടച്ച് വിശ്വസിച്ചോ V3. V3 ആട്ടാ. അത് ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് V3 ഓഫ് ദി വെർബാണ്. പ്രസന്റ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഹാഡ് യു ഗോൺ എന്നല്ല. ഓക്കെ ഓക്കെ. ഹാഡ് യു അറേഞ്ച്ഡ് ഫോർ ദ എക്സാം. ഓക്കെ കറക്റ്റ് ആണ് സൗമ്യ. ഹാഡ് യു ഗോൺ ടെമ്പിൾ. ഓക്കെ.
Ribilla correct ആണ്. Had you bought the vegetables? Okay, Farsana correct ആണ്. Had she taken breakfast? Okay, Sarita correct ആണ്. Take breakfast. നല്ല phrase ആണ്. Okay. Yes. അപ്പൊ സൂര്യ പറയുന്നു had you gone to market? നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് സൂര്യ. Yes. ഇനി okay. അപ്പൊ had you gone to market? Okay, Surya. Had you planned any trip? Okay, മതി കറക്റ്റ് ആണ്. ജസ്റ്റ് had he stood the bus stop? Okay, Farsana. Yes. Okay. അപ്പൊ നമുക്ക് പറയാം had you drunk water? Okay, കറക്റ്റ് ആണ്. Had you drunk water? drink drink, drink drank past tense, drunk drunk. Okay. Had you remembered me? നീ എന്നെ ഓർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല സെന്റൻസസ് ആയില്ല. Had you swept the home? Okay. ജസ്റ്റ് ശരിയാണ്. യെസ്. അപ്പൊ നമുക്ക് വീണ്ടും had you seen me? ഓക്കെ. റിബില, had you seen me? നീ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ ഇനി മറുപടി പറയുമ്പോൾ I had not seen you. Okay. Had she arranged for marriage? Okay. സമയം ഫോർ നമുക്ക് കളഞ്ഞിട്ട് എഴുതിയാൽ കറക്റ്റ്. Had she arranged marriage? Okay. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ അവസാനിപ്പിക്കുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ടെൻസ് രണ്ട് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതില് ആദ്യം നടന്ന സംഭവം ഏതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യെസ്, അത് തന്നെയാണ് അതിന്റെ ഉപയോഗം. യെസ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. ഇപ്പൊ നമ്മൾ മൊത്തം 8 ടെൻസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ആ 8 ഞാനൊന്ന് ചുരുക്കി അങ്ങനെ വേഗത്തിൽ പറയാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആല വെർബ് പ്ലസ് ing, പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് ബി പ്ലസ് വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ്. ഈ 8 ആർക്കെങ്കിലും പറയാവുന്ന ധൈര്യമുണ്ടോ? ശ്രമിച്ചു നോക്കാം എന്ന് ഉറപ്പുള്ളവര് മനസ്സിൽ. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ളവര്. കീർത്തന, ഈ 8 ടെൻസ് പറയാൻ പറ്റുമോ? എല്ലാം കൂടെ ഒന്നും ശരിയാവത്തില്ല സാർ. ശരിയാവത്തില്ല അല്ലേ? ഓക്കെ. റിബില്ല പറയാൻ പറ്റുമോ? യെസ്. ഓക്കെ റിബില്ല. ഓക്കെ. ജസ്ന പറയാൻ പറ്റുമോ? യെസ്. ഇല്ല. ഫാത്തിമത്ത്. ഓക്കെ നോക്കി വെച്ചാൽ മതി. ഓക്കെ ജസ്ന, ഞാൻ വെറുതെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഫാത്തിമത്ത്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ എവിടെയെങ്കിലുമൊക്കെ ഒരു വാചകങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് നോക്കിയേക്കെ. ഇത് നമുക്ക് അറിയുന്ന ഏത് ടെൻസ് ആണെന്നൊന്നും അറിയാം, അത്രേ ഉള്ളൂ.
ഓക്കെ ഓക്കെ, ഓരോ ടെൻസിന്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് അവൻ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് അവൻ പോയി, സിമ്പിൾ ഫ്യൂച്ചർ അവൻ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് അവൻ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് അവൻ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് അവൻ പോവുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് അവൻ പോയി കഴിഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. ആ ഗോ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ മാറ്റി ചേർത്താൽ മതി. ഹി എന്നുള്ളത് മാറ്റിയിട്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അങ്ങോട്ട് ചേർത്താൽ മതി. അതാണ് നമ്മുടെ വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസും കൂടിയുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോ നമ്മളിന്ന് 1-2 ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വിചാരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ശുഷ്കാന്തി അങ്ങോട്ട് ഉഷാറായിട്ടോ, അല്ലെങ്കിൽ വളരെ ഞാൻ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്തതാണ്. അപ്പൊ പോട്ടെ, എന്താ പറയാ, പല സ്ഥലങ്ങളിലും ഉത്സവമൊക്കെ ആയിരിക്കും, അതൊക്കെ കഴിഞ്ഞൊരു ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഇത് വിചാരിക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് 1-2 ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൻസറും ടി എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. ടി, ടോമി എന്നുള്ളതിന്റെ ടി ആണ്. ടി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഐ എം ജിരി ജസ്ന. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, കണ്ടാ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. Exchange of goods. Your answer should begin with T. ആദ്യം ഉത്തരം എഴുതി 2 പേർക്ക് തരാം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആണ്, GOODS, ഗുഡ്സ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഒന്നും കൂടി ഒന്ന് നോക്കാൻ ശരി. വാട്ടർ സ്റ്റോക്ക് ഒന്ന് ആലോചിക്കും. ഓക്കെ, ജസ്ന കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ജസ്ന, സൂര്യ, സുരേന്ദ്രൻ കേട്ടോ. അപ്പൊ അവർക്ക് 2 പേർക്കുള്ള മാർക്ക് കൊടുക്കണം കേട്ടോ. ജസ്ന, സൂര്യ, സുരേന്ദ്രൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇത് ഈ പ്രാവശ്യം നമുക്ക് എഴുത്താക്കാം, അപ്പൊ കറക്റ്റ് പിടിക്കാം. അപ്പോ എല്ലാവരും എഴുതുകയാണെങ്കിൽ ആദ്യം എഴുതുന്ന 3 പേരെ എഴുതാം കേട്ടോ. ആദ്യം എഴുതുന്ന 3 പേര്. യെസ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പാരലൽ ലൈൻസ് ഓൺ വിച്ച് ദ ട്രെയിൻ റൺസ്. പാരലൽ ലൈൻസ് ഓൺ വിച്ച് ദ ട്രെയിൻ റൺസ്. ജസ്ന, സനില, സൂര്യ. ജസ്ന, സനില, സൂര്യ, സുരേന്ദ്രൻ കേട്ടാ. സനിലയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് ആണ്. ദർശന കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. സഫീറ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം അത് 3 പെടുത്തിയിരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവർക്ക് അറിയാം. വെരി സിമ്പിൾ. അടുത്തത് a terrible, TERRIBLE, a terrible, that causes, CAUSES, that causes sadness. A terrible that causes sadness. Sadness. ഒക്കെ അങ്ങനെ അടുത്ത കൂടി പോകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം വന്നിട്ടില്ല. A terrible that causes sadness. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഉത്തരങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സൂര്യ, ആർച്ച, ജസ്ന. സൂര്യ, സുരേന്ദ്രൻ, ആർച്ച. ഓക്കെ ഓക്കെ ഓക്കെ, ജസ്ന. ഓക്കെ, സഫീറ കറക്റ്റ് ആണ്. അത് ട്രാജഡിയാണ്. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ 2 രീതിയിലാണ് വരുന്നത്. ഒന്ന്
കോമഡി, ശുഭപര്യവസാനിയായതും അടുത്തത് ദുരന്ത പര്യവസാനിയായതും. അതിൽ പെട്ടാണ് ഞാൻ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ട്രാജഡി എന്ന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. യെസ്, അടുത്തത് ഒരു നടപ്പിന്റെ രീതിയാണ് കാണിക്കുക. അതിനെ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞാൽ മതി. യെസ്, വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്, ക്രഷിംഗ്, ചതച്ചരക്കുക, ക്രഷിംഗ് എവറിത്തിങ് ഓൺ ഗ്രൗണ്ട്. ക്രഷിംഗ് എവറിത്തിങ് ഓൺ ഗ്രൗണ്ട്, ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഇതാണ്. ഇതാണ് മീനിങ്. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്, crushing everything on ground. Walking with the heavy steps, crushing everything on ground. സഫീറ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് നമുക്ക് കാലിൽ വെക്കുന്ന സ്ഥലത്തുള്ളതിനൊക്കെ ചതച്ചരച്ച് കളഞ്ഞിട്ട് പോകുന്നത്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറിയ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നതിനെയാണ് ട്രക്കിംഗ് പറയും, മുകളിലേക്ക് കയറി പോകുന്നത്. ഓക്കെ, അഞ്ജലി, സഫീറ ഉദ്ദേശിച്ചത് അതല്ല, എന്നാലും ഞാൻ പരിഗണിച്ചു. ഷാൻജോ വിളിച്ചു. അഞ്ജലി, സഫീറ, സാൻജോ. യെസ്, TRAMP, ട്രാംപ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. TRAMP, പിന്നെ TRAMPLE, അതും അത് തന്നെയാണ്. ഓക്കെ, സഫീർക്ക് പറഞ്ഞു. ഓക്കെ, സഫീർ പറഞ്ഞിരുന്നല്ലേ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് എ ടെമ്പററി, ഓക്കെ, എ ടെമ്പററി mental condition. A temporary mental condition in which someone is not in the control of themselves. A temporary a temporary mental condition in which someone is not in control of themselves. ഞാൻ ഉദ്ദേശിച്ച വേറെതായിരുന്നില്ല. ടീയിൽ തുടങ്ങുന്ന ഈയിൽ അവസാനിക്കുന്ന ഒരു വേടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടീയിൽ തുടങ്ങി ഈയിൽ അവസാനിക്കുന്ന ഒരു വേട്. A temporary mental condition in which someone is not in the control of themselves. Yes. TRANC, trance. TRANC. Okay. അടുത്ത ചോദ്യം ടെമ്പർ അല്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ സൂര്യ, an object which allows light to pass through it completely. An object which allows the light to pass through it completely. Surya, Safira, ഒരാൾ കൂടിയില്ല. സൂര്യ, സഫീറ, ആർച്ച. സൂര്യ,
സഫീറ, ആർച്ച. ഓക്കെ 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 ഓക്കെ. പിന്നെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണ് ആൻസർ. ട്രാൻസ്പാരന്റ്, ട്രാൻസ്പാരന്റ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ പ്ലേസ്, PLACE, place. A place where a king, 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 store, STORE, stores, സൂക്ഷിച്ചു വെക്കുന്നത്, his wealth. A place where a king stores, STORE, stores his wealth. അപ്പൊ ആർച്ച, ഷബാന, സഫീറ. ആർച്ച, ഷബാന നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷബാന, ഷബാന, സഫീറ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ട്രഷറി എന്നാണ്. നിങ്ങൾ എഴുതിയത് ട്രഷർ എന്നാണ്. ഓക്കെ. എ പ്ലേസ്, സ്ഥലമാണ്. എ പ്ലേസ് where the king stores his wealth. രാജാവ് തന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഏതെന്നാണ്. ദാറ്റ് ഈസ് കോൾഡ് ഖജനാവ്. ഖജനാവ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് ട്രഷറി. ഓക്കെ. അപ്പൊ നിങ്ങൾ ട്രഷർ എന്നാണ് പറഞ്ഞത്. എന്നാലും ഉത്തരത്തിന്റെ ഏതാണ്ട് 3/4 ഭാഗം വന്നതുകൊണ്ട് ഞാനത് ഉത്തരമായിട്ട് പരിഗണിച്ചു. നിങ്ങൾക്ക് മാർക്ക് തന്നിരിക്കുകയാണ്. അടുത്തത് എ മൂന്ന്, THRE, three-legged, LEGGD, legged object. I will repeat the question. A three-legged object which supports a camera or telescope. Three-legged object which support a camera or telescope. Anjali, Jesna, Safira. Anjali നേരത്തെ വന്നിട്ടില്ല അല്ലേ? അഞ്ജലി, ജസ്ന, സഫീറ. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. ട്രൈപോഡ്. യെസ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാത്സ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് അറിയാം. എ geometrical shape. A geometrical shape. Okay, Kirtana, okay, Safira, okay, Sanjo. Kirtana, Safira, Sanjo. അപ്പൊ കീർത്തന നേരത്തെ വന്നിട്ടില്ല. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. യെസ്, ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. 3 പേര് എഴുതിയിട്ടുണ്ട് പേര്. A geometrical shape, that is what is called triangle. T-യിൽ ആരംഭിക്കുന്നത് ട്രയാങ്കിൾ ആണ്. അടുത്തത് സംതിങ്, എന്തോ ഒരു സംതിങ് on wheels, WHWLS. Something on wheels which is used to move things. Which is used to move things. Something on wheels, chakrangal, wheels, which is used to move things. Safira, Surya. Just that. Safira, Surya, just that. Trolley, trolley. Yes, okay. TROLLE. Okay, correct, correct. Okay, very good, very good. Yes. അപ്പോ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. സമയം ബാലൻസ് ഉണ്ട്, നമുക്ക് വേറെ പരിപാടി ചെയ്യാം. അപ്പൊ ഈ ചോദ്യത്തില് സനില 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, കീർത്തന 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഷബാന 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സാൻജോ വിൽസൺ 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അഞ്ജലി 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആർച്ച 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്,
ജസ്റ്റ് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് സഫീറ 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സഫീറക്കാണ് കൂടുതലായിട്ടുള്ള മാർക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സമയം ഉള്ളത് കൊണ്ട് വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, ഇംഗ്ലീഷ് ചോദ്യമാണ്. വാട്ട് കംസ് ട്വൈസ്, TWICE, വാട്ട് കംസ് ട്വൈസ് ഇൻ എ വീക്ക്, ആഴ്ച, നെവർ ഇൻ എ മന്ത്, ബട്ട് വൺസ് ഇൻ എ ഇയർ, വാട്ട് ഇസ് ഇറ്റ്? ചോദ്യം ഐ വിൽ റിപ്പീറ്റ്. വാട്ട് കംസ് twice in a week, never in a month, once in a year, what is it? അതല്ല. Okay, Surya, you are intelligent. Yes. Safira, Surya. Okay. ശരിയാണ്. ഇ എന്ന് പറയുന്ന അക്ഷരമാണെന്ന് കേട്ടോ. ഇ എന്ന് പറയുന്ന അക്ഷരം. വാട്ട്, ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം. വാട്ട് കംസ് ടോയ്സ് ഇൻ എ വീക്ക്? ഈ വീക്ക് എന്ന് അതിനകത്ത് എത്ര പ്രാവശ്യം ഈ വരുന്നുണ്ട്? 2 പ്രാവശ്യം. ഇപ്പൊ ടോയ്സ് അത് കറക്റ്റ് ആയി. നെവർ ഇൻ എ മന്ത്, മാസത്തിൽ ഒരെണ്ണം പോലും ഇല്ല. മന്ത് എന്ന് എഴുതുന്നതിൽ ഇ എന്ന് പറയുന്ന അക്ഷരം ഒരിക്കലും വരുന്നില്ല. ബട്ട് വൺസ്, ഒരു പ്രാവശ്യം വരുന്നു. ഇൻ ദ ഇയർ, ഇയർ എന്ന് എഴുതുമ്പോൾ ഒരു പ്രാവശ്യം വരുന്നു. ശരിയാണ്, ഈ അതിൻ്റെ അകത്ത് 1 പ്രാവശ്യം വരുന്നുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? അതേതാണ്? ഇ ആണ്. ഇംഗ്ലീഷ് ലെറ്റർ ഇ ആണ്. ഓക്കെ. ഓക്കെ സഫീറ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെയുണ്ട്. ഞാൻ ആരും പറയില്ലെന്നല്ല വിചാരിച്ചത്, പക്ഷെ നിങ്ങളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പുതിയതിലൂടെ കിടക്കുന്നില്ല. പുതിയതോട് കടന്നു കഴിഞ്ഞാല് അത് തീരുകയില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾ കിടക്കാത്തത്. ഓക്കെ. യെസ്. അപ്പൊ ഇന്നത്തെ സമയം അഞ്ജലി അശോക്. സംസാരിക്കാൻ പറ്റില്ല അഞ്ജലി. Yes. Yes, sir. Sir? ഓക്കെ. അല്ല അഞ്ജലി, ഹാഡ് വെച്ച് തുടങ്ങുന്ന 3 ചോദ്യം എന്നോട് ചോദിച്ചേ. ഹാഡ് വെച്ച് തുടങ്ങുന്ന 3 ചോദ്യം. Had you eat breakfast, sir? Had you taken yes, I had taken my breakfast. Correct ആണ്. Had you read the newspaper? റീഡ് എന്ന് പറയും, പക്ഷെ എഴുതും. പക്ഷെ പറയുമ്പോൾ റെഡ് എന്ന് പറയും. ഹാഡ് യു റെഡ് ദ ന്യൂസ് പേപ്പർ? യെസ്, ഐ റെഡ് ഓൺലി ദ ഹെഡിങ് ഓഫ് ദ ന്യൂസ് പേപ്പർ. യെസ്.
Had you enjoying the teachers, sir? ആ അപ്പൊ നമുക്കത് കറക്റ്റ് ആണ്. ഹാഡ് യു എൻജോയ്ഡ് ENJOY ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഹാഡ് യു എൻജോയ്ഡ് ടീച്ചിങ്, അത് ആസ്വദിക്കുന്നുണ്ടോ? യെസ്, ഐ ഹാഡ് എൻജോയ്ഡ് ടീച്ചിങ്. ഓക്കെ 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 ഓക്കെ. Thank you, sir. അഞ്ജലി, ഹാഡ് യു എനി ഡ്രീം? കേട്ടില്ല സർ, ഒന്നുകൂടി പറയാം. ഹാഡ് യു എനി ഡ്രീം, സ്വപ്നം? Yes, I had. Had you? Yes or no? Yes, sir. Yes. Okay, okay, okay. Can you say what is your dream, or can you reveal your dream? I had a dream to being financially independent. Okay, my dream is to become financially independent. So in order to become financially independent, you want to secure a job. In order to secure a job, you are studying hospital administration. Am I right? Am I right? ഞാൻ പറഞ്ഞത് ശരിയാണോ? അഞ്ജലി പോയാ? അഞ്ജലി കിട്ടുന്നില്ലല്ലോ. യെസ്, ഫാത്തിമ ഓക്കെ. അപ്പൊ അഞ്ജലി കിട്ടുന്നില്ല. ഓക്കെ 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 ഓക്കെ. ആർച്ച RS. ആർച്ച. Sir. Okay. How are you, Archa? Fine, sir. Very good, very good. Have you had a dream in your life? Yes, sir, I have. Okay, very good, very good. What is your dream? Can you reveal it? Yes, sir, of course. Oh, yes. Sir, It's a pleasure. my Okay. dream is to become financially independent. Oh, yes, 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 yes. So you want to become financially independent, so you want to secure a job for that. To secure a job, you are studying for hospital administration course. Am I right? Yes, yes. Okay. Where you want to be employed, in India or in Kerala or outside India? Sir, I want to work also in Kerala. In Kerala, you don't want to go to abroad? No, sir. No. Yes, yes, yes. You want to be employed only in Kerala? Yes. Yes. What is the reason? Sir, I love my family, and I don't want to leave him and leave them. Yes. So you have, I think, your family attached girl. So you cannot live without seeing them. Am I right? Yes, sir. Okay, 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 okay. Let your dream be fulfilled, Archa. Thank you, sir. Okay, 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 okay. Very good, very good. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും മിണ്ടില്ല. എന്നാലും ഞാൻ പറയാണ്, യുവർ ഫേവറേറ്റ് ടീച്ചർ. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. അപ്പൊ നിങ്ങൾ അത് നോക്കി വെച്ചു. നിങ്ങൾക്ക് പ്രിയപ്പെട്ട അധ്യാപകൻ ആരാന്ന് പറയാം. അപ്പൊ ഒന്ന് പറയാം, മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് സുമതി ടീച്ചർ. സുമതി ടീച്ചറിനെ എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു? She is very friendly. She is very lovable. She teaches well. അപ്പൊ she taught us, അവൾ ഞങ്ങളെ പഠിപ്പിച്ചത് ഫിസിക്സ്. I am very much interested in physics. എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായി. My interest for physics is due to the my interest for the Sumati teacher. അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ അതുണ്ടാവുമെന്നറിയാം. ഇനി ഇല്ലാത്തവര് ഒരു ടീച്ചറെ മനസ്സിലാവും വിചാരിക്കാം. അത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു ടീച്ചർ, ആ ടീച്ചറിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്. ഇതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മൈ ഫേവറേറ്റ് ടീച്ചർ, എന്റെ പ്രിയപ്പെട്ട ടീച്ചർ. സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റല്ലേ? റെഡി ആയിട്ട് വരൂലേ? ഓക്കെ. ഞാനല്ലെങ്കിൽ ഓരോരുത്തരും വിളിച്ച് കുറെ കൂടി നടക്കണം. രണ്ട് വാക്ക് പറ എന്ന് പറഞ്ഞ് കുറെ കൂടി നടക്കണം. ഇതിപ്പൊ നിങ്ങളത് അറിയൂല.
ഇത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിക്കും, ഓ അന്നൊക്കെ അത് പറയായിരുന്നു കേട്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അന്ന് നിങ്ങൾ പറയാൻ റെഡിയാണ്, പക്ഷെ കേൾക്കാൻ ആളില്ല. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പറയാൻ റെഡിയാവുന്നില്ല, പക്ഷെ കേൾക്കാൻ ആളുണ്ട്. ഇത്രയും പേരിലൊക്കെ 10-26 പേരില്ലേ, അവര് കേൾക്കുമല്ലോ. യെസ്, ഇപ്പൊ ഒരു ഓഡിയൻസ് ഉണ്ട്. യെസ്, അപ്പോ we will meet in the next class next day. Okay, bye. Okay, Jini. Thank you, sir. Okay, Rebilla. Okay, Kirtana.